ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നൂലപ്പം കൊണ്ടൊരു മസാലയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മസാല നൂലപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് 8 നൂലപ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം കൈകൊണ്ട് നൂലപ്പം നന്നായിട്ട് വിടർത്തിയെടുക്കണം. ഇപ്പോൾ നൂലപ്പം നന്നായിട്ട് വിടർത്തിയെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത്, നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത്, 2 കോഴിമുട്ട, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ചതച്ചെടുക്കണം കേട്ടോ. പച്ചമുളക് ഒരെണ്ണം ചെറുതാക്കി എരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് മസാല നൂലപ്പം തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ സവാള വഴറ്റുക. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കുക. ഇപ്പോൾ പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് തക്കാളി നന്നായി ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാലയുടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് പൊരിച്ചെടുക്കുക. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂലപ്പം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല നൂലപ്പം റെഡിയായി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.